ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഓണം സ്പെഷ്യൽ വ്ലോഗാണ്. നാളെയാണ് തിരുവോണം, ഇന്ന് ഉത്രാടം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ഇറുക്കലാണ് ഇന്നത്തെ പരിപാടി. അതുപോലെ തന്നെ ഇഞ്ചിക്കറി, അച്ചാർ, നാരങ്ങാച്ചാർ, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഇന്ന് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഇപ്പോൾ കിച്ചണിലെ പരിപാടി, സദ്യ ഉണ്ടാക്കൽ പരിപാടിയാണ്. അപ്പോൾ ആദ്യം മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഇന്ന് ഉണ്ടാക്കി വെക്കും. അതുപോലെ തന്നെ ഇഞ്ചിക്കറിയും ഒന്നും ഉണ്ടാക്കത്തില്ലേ? സദ്യ എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്നും അമ്മ അടുപ്പിക്കില്ല. ഫുൾ കുക്കിങ് കാര്യങ്ങളും അമ്മ ചെയ്യത്തേ ഉള്ളൂ. നമ്മളെ ഒരു വിധത്തിലുള്ള കാര്യത്തിനും നമ്മളെ വിളിക്കില്ല. അപ്പം മാങ്ങ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്നപ്പം അച്ചാർ പരിപാടികളെല്ലാം ഒന്ന് സെറ്റാക്കും. ഇവിടെ ലൈറ്റ് ഇച്ചിരി കുറവാണ്, കിച്ചണാവുന്നതുകൊണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ പൂക്കൾ. അപ്പൊ നമ്മൾ പൂക്കൾ ഇറുക്കൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഷേബ വന്നിട്ടുണ്ട്. ഷേബ കുളിക്കുമായിരുന്നു. ഷേബ, സ്റ്റാർട്ട് ചെയ്യാം പൂക്കൾ ഇറുക്കൽ. ഓക്കേ. നമ്മള് പൂക്കളൊക്കെ ഇറുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്താണേലും നല്ല മഴ, ഉത്രാടമായിട്ട് നല്ല മഴയുണ്ട്. നാളെ തിരുവോണത്തിന് എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെയൊക്കെ നല്ല മഴയാണ്. അമ്മ അവിടെ മിക്സി ആക്കുന്ന ശബ്ദമൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നുമില്ല. കണ്ടില്ലേ, നല്ല മഴയാണ്. ഞാൻ കിച്ചണിൽ പോയി ഒന്ന് വന്ന ടൈം കൊണ്ട് ഷേവ ഒരു ലോഡ് പൂക്കൾ ഇറുത്ത് വെച്ചിട്ടുണ്ട്. എപ്പിടറാ ഗൈസ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കെട്ടിയോനെ സ്മരിക്കുകയാണ്. ഇവിടെ ഇല്ല ചെക്കു, ഇവിടെ ഇല്ല. ചെക്കുവിന് ആൾ ലീവില്ല. ചെക്കു വരത്തില്ല. തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിനേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും കൂടെ ആണ് ഞാൻ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ ആയിരുന്നു, ലീവില്ലായിരുന്നു. അമ്മയുടെയും അവസ്ഥ ഒരു 2 വർഷം മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നു. അമ്മയ്ക്കും അമ്മ നേഴ്സാണ്. അപ്പം അമ്മയ്ക്കും തിരുവോണത്തിന് ലീവ് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് പ്രൊമോഷൻ ആയി, ഇപ്പം അമ്മ ഹെഡ് നേഴ്സായി. അപ്പോഴാണ് കഴിഞ്ഞ വർഷവും ലീവ്. കഴിഞ്ഞ തിരുവോണത്തിനും അമ്മയ്ക്ക് ലീവ് ഉണ്ടായിരുന്നു, നാളെയും ലീവ് ഉണ്ട്. അങ്ങനെ താണ്ടെ ഇരിക്കുകയാണ് ലീവ് എടുത്ത് വെച്ച് കള്ളി. ലീവ് കിട്ടിയതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? 2 വർഷം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ 2 വർഷം മുമ്പ് 22 വർഷമായിട്ട് ലീവ് കിട്ടിയിട്ടില്ല. അതെ, ഇപ്പോഴാ തിരുവോണത്തിന്. ഇപ്പൊ തിരുവോണം ആകുമ്പോൾ ഹിന്ദുസിനാണ് ലീവ് കൊടുക്കുന്നത്, ക്രിസ്ത്യൻസിന് ലീവ് കിട്ടിയില്ല അല്ലേ? ആണ്ടെ, മഞ്ഞപ്പൂ നമ്മൾ സക്സസ്ഫുള്ളി ഇറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഓറഞ്ചിലേക്ക് കടക്കുകയാണ്. ഇതാണ് അപ്ഡേറ്റ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ലാസ്റ്റ് വീക്ക് എനിക്ക് എൻ്റെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു വീഡിയോ 1 മില്യൺ ആവാറായി നിൽക്കുകയാണ്. ഇനി 2000 വ്യൂസും കൂടെ കിട്ടിയാൽ 1 മില്യൺ ആവും. ചിലപ്പോൾ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 മില്യൺ ആയിട്ടുണ്ടാവും. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 4.5 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 4.5 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോയ്ക്ക് 1 മില്യൺ അടിച്ചതിലും ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പൂക്കളെല്ലാം ഇറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു കൊച്ചു അത്തപ്പൂക്കളമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നാളെ ഓണത്തിന് അത്തപ്പൂക്കൾ ഇട്ടിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.